أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يحسبن الذين يبخلون بما آتاهم الله من فضله وخيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. ബഹുമാനാദരവുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, പരമദയാലുവായ പടച്ചവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ തമ്പുരാൻ അവന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ മുഹമ്മദ്, അബൂബക്കർ, ഉമർ, അലി, ഫാത്തിമ, സൈനബ, ഉമ്മു കുൽസൂം ഇത്തരം പേരുകൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ മനസ്സിലാക്കും അവര് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിം നാമങ്ങളാണ് നമ്മൾ കേട്ടത്, നമ്മുടെ ഇടയിൽ വ്യാപകമായ പേരുകളുമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഇത്തരം പേരുകൾ ഇട്ടത് കൊണ്ട് മാത്രം അയാൾ മുസ്ലിം ആകുന്നു. ഇസ്ലാം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഇസ്ലാം കണിശമായി പറഞ്ഞു തന്നിരിക്കുന്ന 5 കാര്യങ്ങൾ ചെയ്തെങ്കിലേ അയാൾക്ക് മുസ്ലിം എന്ന് പേര് പറയാൻ പറ്റും. സാധാരണ കേട്ട് മനസ്സിലാക്കിയ ഹദീസാണ് ബുനിയൽ ഇസ്ലാം അലാ ഖംസ്. ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് 5 തൂണുകളാണ്. നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇസ്ലാം കാര്യങ്ങൾ 5. ഈ 5 കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ അവര് ഈ കാര്യങ്ങൾ ചെയ്തെങ്കിലേ അയാളെ കുറിച്ച് മുസ്ലിമത്ത് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. സാധിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന 5 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്ക് മുസ്ലിം എന്ന് പേര് പറയാൻ പറ്റൂ. അതിൽ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നത് ഷഹാദത്ത് കലിമയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ. ഇത് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ വഇഖാമിസ് സ്വലാത്ത് വഇതാഇ സക്കാത്ത് വസൗമു റമളാൻ, അവസാനമായി വഹിജുൽ ബൈത്ത്. 5 കാര്യങ്ങൾ. അതിൽ 5ാമത്തേത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് ഒരു മനുഷ്യന്റെ ആയുസ്സിനിടയിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്. അത് തന്നെ എല്ലാവർക്കും അല്ലാഹു നിർബന്ധമാക്കിയിട്ടുമില്ല. സാമ്പത്തികമായും ശാരീരികമായും യാത്രാ സൗകര്യങ്ങൾ ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ഈ പറയുന്ന 5 കാര്യങ്ങൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യാസമില്ല, എല്ലാവരും ചെയ്യണം. അപ്പൊ നിർബന്ധമായി ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. അത് ചെയ്യൽ അയാൾക്ക് നിർബന്ധമാണ്. സാമ്പത്തികത്തിൽ ശാരീരികമായി അയാൾക്ക് ഫിറ്റാണ്, യാത്രാ സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യണം. അപ്പൊ അത് സൗകര്യം ഉണ്ടായിട്ട് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല. മറ്റൊന്ന് നമുക്കറിയാം, റമദാൻ മാസത്തിൽ നോമ്പാണ്. അത് ഒരു വർഷത്തിൽ ഒരു മാസം മാത്രമേ നിർവഹിക്കേണ്ടതുള്ളൂ, 29-30 ദിവസം. ഇപ്പൊ നമ്മൾ വിശുദ്ധ റമദാനില്ല.
അത് തന്നെ ചില ആളുകൾക്ക് അള്ളാഹു തആല ഇളവ് നൽകിയിട്ടുണ്ട്. അവർ നോമ്പ് നോക്കേണ്ടതില്ല. തീരെ നോക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. നോമ്പ് റമദാനിൽ ഒഴിവാക്കി പിന്നീട് കലാ കൂട്ടേണ്ട ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതാണ് രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കാര്യങ്ങളിൽ. രണ്ടാമത്തതല്ല, ആ 5 കാര്യങ്ങളിൽ. അതപ്പോ റമദാൻ മാസത്തില് വേറെ പ്രയാസങ്ങളൊന്നും ഇല്ല എങ്കിൽ, ഒരാൾ നോമ്പ് നോക്കുന്നില്ല എങ്കിൽ അയാളെ കുറിച്ച് മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല. പേര് ചിലപ്പോൾ ഇസ്ലാമിന്റെ പേരുണ്ടാവും. മറ്റൊന്നാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുമ്പോ നമസ്കാരം രണ്ടും അടുപ്പിച്ച് പറയാം. 2ഉം 3ഉമായി അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുതിയിരിക്കുന്നതാണ്. നമസ്കാരത്തെയും അതുപോലെ തന്നെ സക്കാത്തിനെയും ഒരുമിച്ചാണ് വിശുദ്ധ ഖുർആനിൽ 28 സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 28 സ്ഥലം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് 28 സ്ഥലങ്ങളിൽ അല്ലാഹു തആല നിങ്ങൾ ആക്കിയ മുസ്സലാത്ത വആതു സക്കാത്ത, അല്ലെങ്കിൽ അല്ലദീന യുഖീമൂന സലാത്ത വയൂതുന സക്കാത്ത, അല്ലെങ്കിൽ അൽ മുഖീമീന സ്വലാ വയൂതുന സക്കാത്ത, ഇങ്ങനെ പല പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്ന പദം. ഇത് രണ്ടും പൂരങ്ങളാണ്. ഇത് രണ്ടും ബന്ധിതമാണ്. അത് നമുക്കറിയാം. സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് റമദാൻ മാസവുമായി അല്ല ബന്ധപ്പെടുത്തി നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ധാരണ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു ധാരണ എന്താ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് റമദാൻ മാസത്തിലാണ്. അത് തീർത്തും ശരിയല്ലാത്തൊരു പ്രസ്താവനയാണ്. സക്കാത്തും റമദാൻ മാസവുമായി ഒരു ബന്ധവുമില്ല. റമദാൻ മാസത്തിൽ അല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. റമദാൻ മാസത്തിൽ കൊടുക്കാം. ഇപ്പൊ കഴിഞ്ഞ വർഷം റമദാനിലാണ് നമ്മൾ സക്കാത്ത് കണക്കാക്കി കൊടുത്തതെങ്കിൽ നമുക്ക് റമദാനിൽ കൊടുക്കാം. അല്ല, റമദാനിൽ സക്കാത്ത് കൊടുക്കുന്നതിന് യാതൊരു പ്രത്യേക മൂല്യവുമില്ല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ പൊതു സമൂഹത്തിന്റെ ധാരണ എന്താ? റമദാൻ മാസത്തിൽ അത് സക്കാത്തിന്റെ മാസമാണ്. അല്ല, ഒരു മനുഷ്യന്റെ സാമ്പത്തികമായി അയാൾക്ക് കഴിവ് വന്നാൽ അയാൾ കൊടുക്കേണ്ടതാണ്. റമദാനിൽ കൊടുക്കാം, ശവ്വാലിൽ കൊടുക്കാം, ദുൽഖഅദിൽ കൊടുക്കാം. എല്ലാ മാസവും ചിലപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ശരിയില്ല. അതിന് പ്രത്യേക മാസം ഇല്ല. ആദ്യം നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ സക്കാത്തും ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളൊക്കെ ഹിജ്റ കലണ്ടറുമായി കൊണ്ടാണ് ബന്ധം. ഇപ്പൊ ക്രിസ്ത്യൻ കലണ്ടറുമായി നോക്കുമ്പോൾ 11 ദിവസം വ്യത്യാസം ഉണ്ടാവും സാധാരണ. അതുകൊണ്ട് നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിലും മറ്റുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളും നമ്മൾ കണക്കാക്കേണ്ടത് ഹിജ്റ കലണ്ടർ പ്രകാരമാണ്. അങ്ങനെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ റമദാനും സക്കാത്തുമായി ബന്ധമില്ല. പക്ഷെ നിസ്കാരവും സക്കാത്തുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഖുർആനിൽ സൂചിപ്പിച്ചത്. അപ്പൊ എന്താ കാരണം വെച്ചാൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. സക്കാത്തിന്റെ നിസാബ് എത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇതിലൊന്നും ആണും പെണ്ണും വ്യത്യാസമില്ല കേട്ടോ. നമ്മൾ കൃത്യമായി ഇസ്ലാമിൽ പറഞ്ഞ ഈ 5 കാര്യങ്ങൾക്കും അത് പെണ്ണുങ്ങൾക്കൊന്ന് ആണുങ്ങൾക്കൊന്ന് എന്നുള്ള വ്യത്യാസമില്ല. ആണിനും പെണ്ണിനും ഒരേ ബാധ്യത. ഹജ്ജ് ചെയ്യാൻ നിർബന്ധിതനായ ഒരു പെണ്ണ് അത് ഞാൻ എന്റെ പുതിയാപ്പിളിനെ ഏൽപ്പിച്ചിരുന്നു കണ്ട കാര്യമല്ല, അതിന്റെ ഉപ്പാനെ ഏൽപ്പിച്ചിരുന്നു കണ്ടൊരു കാര്യമല്ല. അവർക്ക് ശാരീരികമായി യോഗ്യത ഉണ്ടെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ പെണ്ണ് തന്നെയാണ് നിർവഹിക്കേണ്ടത്. സക്കാത്തും അങ്ങനെ തന്നെയാണ്. സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥയായ ഒരു പെണ്ണ് അത് എന്റെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂല. അത് നമുക്ക് തക്കാലത്തിനും കല്യാണത്തിനും ഒക്കെ അങ്ങനെ പോകാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോണില്ല, ഞാൻ മകനെ പറഞ്ഞയച്ചു പറയാം. നിസ്കാരം അങ്ങനെ തന്നെയാണ്. നോമ്പും അങ്ങനെ തന്നെയാണ്. നോമ്പ് നമ്മൾ ഓരോരുത്തരും ആണും പെണ്ണും നോക്കണം. നമസ്കാരം അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം അല്ലാഹു തആല ആണിനും പെണ്ണിനും കൃത്യമായി ഒരു വിവേചനം ഇല്ലാതെ ഓരോരുത്തരും നിർബന്ധമായി ചെയ്യേണ്ട കർമ്മമാണ്. അതുകൊണ്ട് സക്കാത്തും നമസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും എന്തുകൊണ്ട് നോമ്പിനോട് പറഞ്ഞില്ല? ഞങ്ങൾ ആലോചിച്ചു, നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് എന്ത്, നോമ്പിനെ കുറിച്ച് പറയാൻ, അല്ലെ ഹജ്ജിനെ കുറിച്ച് എന്ത്, സക്കാത്ത് പറയാൻ? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. ഇത് ജീവിതത്തിൽ നമുക്കറിയാലോ, നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്, മുസ്ലിമായ പ്രായപൂർത്തിയായ തക്ലീഫുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു ദിവസം 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. ആളുകൾ പെണ്ണിലൊക്കെ അവർക്ക് ശുദ്ധിയുള്ള കാലഘട്ടങ്ങളിൽ അതിലൊരു ഒഴിവുകഴിവില്ല. കഴിയുന്ന മാതിരി നിസ്കരിക്കണം. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സക്കാത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് അതിന്റെ കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, കൃത്യമായി നമ്മുടെ സാമ്പത്തികമായ സ്രോതസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ സക്കാത്ത് നമ്മൾ നൽകണമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം
മുതലുണ്ടായിട്ട് കൊടുക്കേണ്ടുന്ന അവധി എത്തിയിട്ട് സക്കാത്ത് കൊടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല. റമദാൻ മാസത്തില് നോമ്പ് നോക്കാൻ കഴിഞ്ഞിട്ട് നോമ്പ് നോക്കാത്തവരെ കുറിച്ച് മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല. സക്കാത്തിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സക്കാത്തിന്റെയും പലപ്പോഴും നിങ്ങൾ നോക്കി നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ പണ്ടുള്ള അവസ്ഥയിൽ നിന്ന് ഏറെക്കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് തന്നെ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ധാരണ എന്താ? അത് വിശുദ്ധ റമദാനിന്റെ 27-ാം രാവിൽ നമ്മുടെ വലിയ കടക്കാരുടെ വലിയ ഗേറ്റിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് അവിടുന്ന് കിട്ടുന്ന ഏതെങ്കിലും നാണയത്തുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സക്കാത്തിന്റെ വിഹിതം ഉത്തരവാദിത്തം തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് പാവപ്പെട്ടവന് കിട്ടേണ്ടുന്ന അവകാശമാണ്, ഔദാര്യമല്ല. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. സക്കാത്ത് എന്ന് പറഞ്ഞാൽ പണക്കാരൻ കൊടുക്കേണ്ടതാണ്. അത് അയാളുടെ കടമയാണ്, അയാളുടെ ബാധ്യതയാണ്. പാവപ്പെട്ടവന് വന്ന് ചോദിക്കേണ്ടുന്ന ഒന്നല്ല സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം ശുദ്ധീകരണം എന്നാണ്, ഒന്ന് വളർച്ച എന്നാണ്. അപ്പൊ നമ്മൾ സക്കാത്തിന്റെ വിഹിതം നമ്മൾ ഉണ്ടിയെങ്കിൽ കൊടുത്താൽ നമ്മുടെ സമ്പത്തിന് വളർച്ച ഉണ്ടാവും. അല്ല നമുക്ക് പഠിപ്പിച്ചതാണ്. ആ വിശ്വാസം നമ്മുടെ മനസ്സിന് കയറണം. എന്നാൽ സമ്പത്തിനോട് വല്ലാത്ത ഒരു ആഗ്രഹം, ഒരു അതിമോഹം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. വിശ്വാസം ഇസ്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇസ്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇസ്ലാം ഈ ലോകത്ത് ഇങ്ങനെ നിലനിൽക്കാനും ഇതിന്റെ ഈ പ്രക്ഷോഭിത വർദ്ധിക്കാനുള്ള കാരണം എന്താ അറിയുക? ഇതൊരു ആരാധനയുടെ ഒരു കേന്ദ്രമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. പടച്ചോന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കുറെ സുജൂദും സാഷ്ടാംഗം ചെയ്ത് അവിടെ നിൽക്കും ദുആവും ചെയ്യുന്ന ഒന്നല്ല ഇസ്ലാം. അത് ഇസ്ലാമിൽ പെട്ടതാണ്. സമൂഹത്തിലെ പടച്ചവനോടുള്ള കടമ ഉള്ളതുപോലെ തന്നെ സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യരോടുള്ള കടമകൾ നിർവഹിക്കാതെ ഒരു മനുഷ്യന് മുസ്ലിം ആകാൻ പറ്റില്ല. അയാൾക്ക് എന്ത് പേരുണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ രണ്ട് ബാധ്യതകളാണ് മുസ്ലിമിനുള്ളത്. ഒന്ന് പടപ്പുകളോടുള്ള ബാധ്യത, അതിനേക്കാൾ ഉപരിയായി പടച്ചവനോടുള്ള ബാധ്യത. അപ്പൊ പടച്ചവനോടുള്ള ബാധ്യതയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. നമ്മൾ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ ഈ സമൂഹത്തിൽ ആർക്കും കുഴപ്പമില്ല. നമ്മൾ നോമ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും എന്ത് കുഴപ്പമുണ്ടോ? ആർക്കും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതുകൊണ്ട് കുഴപ്പമുണ്ട്. ഇവിടെ അതിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഇടങ്ങേറാകുന്ന പാവങ്ങളുണ്ട്, രോഗികളുണ്ട്. അവരുടെ പണം സമ്പന്നന്മാരുടെ പോക്കറ്റിലാണ്, അവരുടെ ബാങ്ക് അക്കൗണ്ടിലാണ്. അത് പാവങ്ങൾക്ക് കൊടുക്കണം. ഇതാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം സാമ്പത്തിക രംഗത്ത് പാവങ്ങളെ സഹായിക്കുന്ന വളരെ അതിവിപുലമായ ഒരു സംവിധാനമാണ് പടച്ച തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു വരികയും സക്കാത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യാൻ പറഞ്ഞാൽ അത് ഇസ്ലാമിന് അന്യമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർനാ ബിഇഖാമത്തി സ്വലാത്ത്. അബ്ദുല്ലാഹി റസൂൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമിർനാ ബിഇഖാമത്തി സ്വലാത്ത്, ഞങ്ങൾ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നു. വഈതാഇ സക്കാത്ത്, സക്കാത്ത് നൽകുവാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു. വമൻ ലം യുസക്കി ഫലാ സലാത്ത ലഹു, ഒരാൾ സക്കാത്ത് കൊടുക്കാൻ അവകാശിയായിരിക്കെ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അയാളുടെ നമസ്കാരമില്ല, അയാളുടെ നമസ്കാരം പടച്ചവൻ സ്വീകരിക്കൂല. ഇത്ര ഗൗരവത്തിലായി പറയുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാല് നമ്മൾ പടച്ചവൻ തമ്മിലുള്ള ബന്ധം. സക്കാത്ത് പറഞ്ഞാൽ നമ്മളും പാവങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കണ വേണം. അല്ലെങ്കിൽ നമസ്കാരം കൊണ്ട് മാത്രം നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, അയാളുടെ സക്കാത്തിന്റെ വിഹിതം കൃത്യമായി നൽകുന്നില്ല എങ്കിൽ അയാളുടെ മറ്റ് അമലുകളൊന്നും അയാൾക്ക് ഉപകാരപ്പെടില്ല. നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ അതേ അള്ളയാണ് നമ്മോട് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് സ്വർണ്ണം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്ന സൂറത്തുൽ ഫുസ്സിലത്തിൽ പറയുന്നുണ്ട്, ബൗദ്ധ വിശ്വാസികളാണ് കൊടുക്കാതെ. വൈലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുതൂന സക്കാത്ത് വഹും ബിൽ ആഖിറതി കാഫിറൂൻ. ബൗദ്ധ വിശ്വാസികൾ ലാ യുതൂന സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. അപ്പൊ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ, സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അത് ബൗദ്ധ വിശ്വാസികളുടെ ലക്ഷണമായി കൊണ്ടാണ് ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാം കാര്യം പൂർണ്ണമാകണമെങ്കിൽ, നമ്മൾ മുസ്ലിം ആകണമെങ്കിൽ, പൂർണ്ണമായ ഒരു മുസ്ലിം ആകണമെങ്കിൽ സാമ്പത്തികമായ കഴിവ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
വിയോഗത്തിന് ശേഷം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ പറഞ്ഞു, ഞങ്ങള് റസൂലുള്ളാഹിക്ക് കൊടുത്തിരുന്ന സക്കാത്ത് ഇനി ഞങ്ങൾ കൊടുക്കൂല, ബൈത്തുൽ മാലിക്ക് കൊടുക്കൂല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ഏറ്റെടുത്ത സമയത്ത് ഈ സംഭവത്തെയായിരുന്നു അദ്ദേഹത്തിന് ആദ്യമായി നേരിടാനുണ്ടായിരുന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ ഖാതില മൻ ഫറഖ ബൈന സ്വലാഹി വ സക്കാത്ത്, സക്കാത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിൽ ആരെങ്കിലും വ്യത്യാസം കാണിക്കുകയാണെങ്കിൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ആരോടാണെന്നറിയോ? ആരോടാണ് ചെയ്യുന്നത്? മുസ്ലിങ്ങളായ ആളുകളോട്. എന്താ ഒരു നിസ്കരിക്കുന്നവരാണ്, പക്ഷെ ഒരു സക്കാത്ത് കൊടുക്കില്ല. അപ്പൊ നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വ്യത്യാസം കാണിക്കുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ധനത്തിന്റെ അവകാശമാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു ഒട്ടകത്തിന്റെ കയർ കൂടി അവർക്ക് നൽകിയിരുന്നുവെങ്കിൽ അതവർ തടയുകയാണെങ്കിൽ അത് തടഞ്ഞവരോട് ഞാൻ യുദ്ധം ചെയ്യും. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. നമ്മളൊരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ ഈ പണത്തോട് വല്ലാത്തൊരു ആർത്തിയും ഒക്കെ ഉണ്ടാകാൻ പാടില്ല. അല്ലാതെ റസൂൽ പറഞ്ഞൊരു ഹദീസ് കൂടി പറയാൻ അവസരം. എന്താ റസൂൽ പറഞ്ഞത്? ഒരു മനുഷ്യന് പണത്തിൽ നമ്മൾ സമ്പത്ത് നൽകി. നമ്മളെല്ലാവരും വ്യത്യസ്തങ്ങളാണ്. മനുഷ്യന്മാരെ അങ്ങനെയാണ് സംവിധാനം അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ നിറം വ്യത്യാസമുണ്ട്, നമ്മുടെ രൂപം വ്യത്യാസമുണ്ട്, നമ്മളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വ്യത്യാസമുണ്ട്, നമ്മുടെ എല്ലാം വ്യത്യാസങ്ങളാണ്. ഈ വ്യത്യാസങ്ങളിൽ പണക്കാരുണ്ടാവും, പണിക്കാരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും, സാധു മനുഷ്യരുണ്ടാവും. അപ്പൊ പണം നൽകിയിരിക്കുന്നവരെ എന്നെ പഠിച്ചോണ്ട് വല്ലാതെ ആദരിച്ചിട്ടുണ്ട്, ഇന്നോട് നല്ല ഇഷ്ടമാണ് പഠിച്ചോണ്ട് എന്ന് നമ്മൾ വിചാരിക്കണ്ട. ഒന്നും കിട്ടാത്ത ദരിദ്രന്മാരായ പാവപ്പെട്ട മനുഷ്യന്മാർ നിരാശരാകണ്ട. എന്നെന്താ പഠിച്ചപ്പോ അങ്ങനെ എന്നെ സൃഷ്ടിച്ചത്, ഞങ്ങൾക്ക് എന്നും ദുരിതാണല്ലോ. അല്ല, ഇത് രണ്ടു കൂട്ടർക്കുള്ള പരീക്ഷണം. നൽകിയിരിക്കുന്ന ആളുകൾ പാവങ്ങളെ പരിഗണിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പരീക്ഷണം. കിട്ടാത്തവർ അള്ളാഹുവിന്റെ ഈ പരീക്ഷണത്തിൽ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നതാ, പടച്ചതമ്പുരാൻ ഒരു മനുഷ്യന് ധനം നൽകി എന്നിട്ട് അവൻ സക്കാത്ത് കൊടുത്തില്ല. ഒരു പാമ്പിന് രണ്ട് തലയുള്ള ഒരു പാമ്പ്, അവന്റെ സമ്പാദ്യമെല്ലാം അല്ലാഹു തആല മാറ്റി അവന് കഴുത്തിൽ ആ പാമ്പ് നാളെ പരലോകത്ത് വരും. എന്നിട്ട് പറയുന്നറിയോ? ആ പാമ്പ് അവനെ കുത്തിക്കൊണ്ടിരിക്കും. അത് അവന്റെ ധനായിരിക്കും. ആ പണം പാമ്പിന്റെ രൂപത്തിലാക്കി പടച്ചതമ്പുരാൻ അവനെ കുത്തിക്കൊണ്ടിരിക്കും. നിന്റെ സമൂഹത്തിൽ, നിന്റെ അയൽപക്കത്ത്, നിന്റെ കുടുംബങ്ങളിൽ, നിന്റെ നാട്ടിൽ പട്ടിണി പാവങ്ങൾ ഉണ്ടായിട്ട് നീ അവന് കൊടുക്കാതെ നീ കെട്ടിപ്പൂട്ടി നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും സുഖത്തിന് മാത്രം ഉപയോഗിച്ചപ്പെടാം. അനമാലുക്ക, അതാണ് ഞാൻ എന്ന് പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുക. ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ സൂറത്ത് ആൽ ഇംറാനിലെ 150ാമത്തെ വചനം, വലാ യസബല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹു വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. വലാ യസബല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന, നിങ്ങൾ കൊണ്ടുവന്നതല്ല, നമ്മൾ ആരും കൊണ്ടുവന്നതല്ല, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധനം അതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കണ്ട, അത് ഞങ്ങൾക്ക് നേട്ടാണ്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, കൊടുക്കാൻ എന്തോരും മടിയാന്ന്, കൊടുക്കാതെ പിടിച്ച് പിശുക്കത്തരം കാണിക്കും. അതവർക്ക് ദോഷ, അതവർക്ക് തിന്മയാണ്. നാളെ പരലോകത്ത് അവരുടെ ഈ സമ്പാദ്യമെല്ലാം കണ്ടാഭരണമായി, കഴുത്തിൽ ആഭരണമായി അണിയിക്കപ്പെടും. അതാണ് റസൂലുള്ളാഹി വിശദീകരിച്ച ഹദീസ്. വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്. ഇതൊക്കെ ചോദിക്കുന്നത് പടച്ചോന് കിട്ടാൻ വേണ്ടിയിട്ടല്ല. പടച്ചോന് നമ്മളെ നയാപേക്ഷ ആവശ്യമില്ല. അല്ലാഹു വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അനന്തരമാണ് പടച്ചതമ്പുരാനുള്ളത്. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അനാഥകളും വിധവകളും പാവപ്പെട്ടവരും ബുദ്ധിമുട്ടുന്നവരും അവരെ കാണാത്ത ഒരു ഇസ്ലാം ഇല്ല, അങ്ങനത്തെ ഒരു മുസ്ലിം ഇല്ല.
അവൻ എന്ത് പേരുണ്ടെങ്കിലും, അവൻ എത്ര അറ്റ് ചെയ്താലും, അവൻ എത്ര തന്നെ നമസ്കരിച്ചാലും സാമ്പത്തികമായി അവൻ കൊടുത്തു തീർക്കേണ്ടുന്ന ബാധ്യതകൾ നിർവഹിക്കുന്നില്ല എങ്കിൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് പടച്ചവന് വേണ്ടിയിട്ടല്ല, പാപങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. ഈ ബോധം നമ്മളിൽ ഉണ്ടാകുക. സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കൊക്കെ അറിയാമെന്ന് പണ്ട് കാലഘട്ടങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾ പുരോഗമിച്ചിട്ടുണ്ട്. പണ്ട് 10 ലക്ഷമൊക്കെ കിട്ടിയിരുന്ന സക്കാത്ത് ഫണ്ടിലേക്ക് ഇന്ന് അതിനേക്കാൾ പല സംഖ്യകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം ഉത്ബുദ്ധരാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സംഗതി കൂടി സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ താമസിക്കുന്ന സ്വന്തം വീടിനോ, നമ്മൾ ഉപയോഗിക്കുന്ന സ്വന്തം വാഹനത്തിനോ, നമ്മൾ വാങ്ങിയ സ്ഥലത്തിനോ നമ്മൾ സക്കാത്ത് നൽകേണ്ടതില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ 5 ലക്ഷത്തിന് ഒരു വാഹനം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ വാഹനം വാങ്ങിയ അന്ന് നമ്മൾ സക്കാത്ത് കൊടുത്തിരിക്കണം. നമ്മളൊരു വീട് വെച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് ആ വീടിന് നമ്മൾ താമസിക്കുന്ന, നമ്മുടെ അന്തരാവശ്യമൊക്കെ താമസിക്കുന്നത് നമ്മളതിന് സക്കാത്ത് കൊടുക്കണ്ട. പക്ഷെ ആ വീട് വെക്കാനുള്ള പണം നമ്മൾ സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ച പൈസയായിരിക്കണം. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങി, ആ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങുന്ന പണം സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ച പൈസയായിരിക്കണം. ഇത് പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങൾക്കാണ്, അങ്ങനത്തെ വീടുകൾക്കാണ്, അങ്ങനത്തെ വാഹനങ്ങൾക്കാണ് സക്കാത്ത് ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രധാനമായി ഇപ്പൊ സ്വർണവും വെള്ളിയുമാണ്. സ്വർണമാണ് നമ്മുടെ സാമ്പത്തിക രംഗത്തെ നിലനിർത്തുന്നത്. അതിന്റെ മാനദണ്ഡം അതാണ്. സ്വർണത്തിന്റെ വില, ഇന്നത്തെ റേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, സ്വർണത്തിന് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ റേറ്റ് 1,19,440 രൂപയാണ് ഒരു പവന്. ഇന്നത്തെ റേറ്റ് ചിലപ്പോ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മാറും, നാളെ വീണ്ടും മാറും. അപ്പൊ 10 പവൻ ഉണ്ടെങ്കിൽ, 10 പവൻ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതിന് 12,54,120 രൂപ വരെ വരും 10 പവൻ. അപ്പൊ 10 പവൻ ഉള്ളവൾ സക്കാത്ത് കൊടുക്കണം. സഹോദരിമാർ ആലോചിക്കുക, ഈ പണ്ടത്തിന്റെ ഉടമകൾ ആരാണ് എന്ന് പലപ്പോഴും നമുക്ക് തർക്കാം. ആരതാ പണ്ടം? സ്വർണ്ണാഭരണ ആരതാ? പുതിയതാണോ? അല്ല ഓളപ്പാട്ടതാണോ? അല്ല ഓളെ കെട്ടിക്കൊടുത്ത ഭർത്താവിൻ്റെതാണോ? സക്കാത്ത് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് തട്ടിക്കഴിയാണ്. ശരിക്കും അതിന്റെ അവകാശി ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് അവരുടെ ഉപ്പ കൊടുത്ത ഒരു സാധനം തിരിച്ചു വാങ്ങാൻ പാടില്ല. അത് ഭർത്താവിൻ്റെതുമല്ല. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കുക, നിങ്ങളടുത്ത് 20 ഓ 30 പവൻ സ്വർണ്ണാഭരണം ഉണ്ടെങ്കിൽ ആ സ്വർണ്ണാഭരണത്തിൽ നിങ്ങൾ കൃത്യമായി സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. 10 പവന്റെ മേലുണ്ടെങ്കിൽ, 10 ഉണ്ടെങ്കിൽ, 10 മുതലാണ്. 11 പവൻ ഉണ്ട് എങ്കിൽ അരപ്പവനല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. ഒരാളടുത്ത് 11 പവനാണ് ഉള്ളതെങ്കിൽ 10 കഴിഞ്ഞിട്ട് അരപ്പവൻ അല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, 11 പവന് സക്കാത്ത് കൊടുക്കണം. ഇസ്ലാം പഠിപ്പിച്ചില്ല. ഇപ്പൊ 10 പവന് ഇപ്പൊ ഇന്നത്തെ റേറ്റ് കൂട്ടി സക്കാത്ത് 2.5% കൂട്ടുകയാണെങ്കിൽ 31,353 രൂപ ഉണ്ടാവും ഇന്നത്തെ റേറ്റ് പ്രകാരം. അപ്പൊ ഒരു 20 പവൻ ഒരാൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ റേറ്റ് പ്രകാരം 23,88,800 രൂപയാണ് വില വരിക ഇന്നത്തെ റേറ്റ്. അതിന് സക്കാത്ത് കൊടുക്കേണ്ടത് 59,720 രൂപ. നിങ്ങൾ കൂട്ടിയാൽ മതി. നിങ്ങൾ നാളെ കൊടുക്കണമെങ്കിൽ നാളെ സ്വർണ്ണത്തിന്റെ റേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അന്നത്തെ റേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളിയുടെ വില അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വെള്ളിയാണ് നമുക്ക് പലതിനും മാനദണ്ഡം. നമ്മുടെ പൈസന്റെ മാനദണ്ഡം വെള്ളിയാണ്, നമ്മുടെ കച്ചവടത്തിന്റെ മാനദണ്ഡം വെള്ളിയാണ്. ഇതോടെ വെച്ചാൽ വെള്ളിയുടെ മാനദണ്ഡം വെള്ളിയാണ്. അപ്പൊ 590 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ, അഥവാ അതിന്റെ വില നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരാൾ സക്കാത്ത് കൊടുക്കണം. ഇന്നത്തെ വെള്ളിയുടെ വില 2,71,000 രൂപയാണ് ഇന്നത്തെ റേറ്റ്. ഞാൻ പോരുമ്പോ നോക്കിയത്, ഉച്ചശേഷം മാറാം, നാളെ മാറാം. അപ്പൊ 590 ഗ്രാം വെള്ളിയുടെ വില 1,59,890 രൂപയാണ് ഇന്നത്തെ വില. എന്ന് പറഞ്ഞാൽ 1,59,890 രൂപ ഉള്ള ഒരാള് അയാൾ സക്കാത്ത് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. അതാണ് നിസാബ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം 1,60,000 അങ്ങനെ കൂട്ടാൻ റൗണ്ട് ചെയ്ത് പോലെയാണെങ്കിൽ 1,60,000 രൂപ നമ്മുടെ കയ്യിലോ നമ്മുടെ ബാങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കടമാണെങ്കിൽ, ചിലത് കടം കൊടുത്താൽ ചിലപ്പോൾ കിട്ടൂല, അത് കൂട്ടണ്ട.
കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ള സംഖ്യയൊക്കെ കൂട്ടി നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും കൂട്ടാം. ചില ആൾക്കൊക്കെ പല ബാങ്കിൽ അക്കൗണ്ടുകളുണ്ടാവും. അത് നമ്മൾ കണക്ക് കൂട്ടണമെന്ന്. കണക്ക് കൂട്ടിയിട്ട് ഞാൻ സക്കാത്ത് കൊടുക്കാൻ അവകാശമുണ്ടോ എന്ന് പറഞ്ഞാൽ 1,60,000 രൂപ എന്റെ അക്കൗണ്ടിലുണ്ടോ എങ്കിൽ അതിന്റെ 2% സക്കാത്ത് നമ്മൾ നൽകണം. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ 2 ലക്ഷമാണ് ഒരാളുടെ കയ്യിൽ എല്ലാം കൂട്ടി കൊടുക്കേണ്ടത്. ചിലപ്പോൾ കൊടുക്കേണ്ടത് നമുക്ക് ഒഴിവാക്കി ചെയ്യാം. എന്നിട്ട് ഒരാൾക്ക് 2 ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ അയാൾ അതിന് കൊടുക്കേണ്ടത് എത്രയാണ്? 5,000 രൂപ. 2 ലക്ഷം രൂപ ഉള്ള ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുക്കേണ്ടത് 5,000 രൂപ എന്ന് പറഞ്ഞാൽ 1,95,000 രൂപ അയാൾക്ക് സ്വന്തം. പണത്തോൻ എത്രമാത്രം കാരുണ്യവാനാണ് ആലോചിച്ചു. 2 ലക്ഷം ഉള്ളവനോട് അള്ളാഹു ചോദിക്കുന്നത് വെറും 5,000 രൂപ. ഇത് കൊടുക്കാൻ എന്തിനാണ് നമ്മൾ പഠിച്ച സഹോദരന്മാരെ? എവിടുക്കാൻ നമ്മളിത് കൊണ്ടുപോകുന്നത്? ഇത് കൊടുക്കാൻ കൃത്യമായി ഇത് നമ്മൾ സക്കാത്ത് തന്നെ കൊടുക്കാൻ. സ്വതക്കയല്ല, ഞാൻ വെച്ചാൽ സ്വതക്കയല്ല. സ്വതക്ക നിങ്ങൾ ഇതുള്ളവരും ഇല്ലാത്തവനൊക്കെ കൊടുക്കാം. ഈ നിസാബില്ലാത്തവനും സതക്ക കൊടുക്കാം. സതക്ക് സക്കാത്ത് നമ്മൾ കൂട്ടിക്കൊടുക്കാൻ പാടില്ല. സക്കാത്ത് അത് അതിൻ്റെതായ ആ കണക്ക് പ്രകാരം തന്നെ കൃത്യമായി നമ്മൾ കൊടുക്കാം. സക്കാത്തിന്റെ പൈസ നമ്മുടെ മാലിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു മാസം മാത്രമല്ല, എല്ലാ മാസവും നമ്മൾ ശേഖരിക്കുന്നില്ല. എത്ര ആളുകളുണ്ടല്ലോ, പല ആളുകളും പല മാസങ്ങളിലായി സക്കാത്തിന്റെ പൈസ പ്രത്യേകിച്ച് ഉമർമദിന്റെ കയ്യിലാണ് സക്കാത്തിന്റെ ഫണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കണേ. കണക്ക് കൂട്ടണം. നമുക്ക് മരിച്ചു പോട്ടെ, നമ്മളിതൊന്നും കൊണ്ടുപോകില്ല. നാളെ പരലോകത്ത് രക്ഷപ്പെടണ്ടേ? നമ്മുടെ നിസ്കാരം കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടില്ല, നോമ്പുകൊണ്ട് മാത്രം നമ്മൾ പഠിച്ചൊന്നും കഴിച്ചിലാവില്ല. ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചതാണ് സക്കാത്തിന്റെ തന്നെ കുടിക്കണമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം കച്ചവടത്തിന് ഞാൻ സൂചിപ്പിച്ചു, ഇതേ മാനദണ്ഡമാണ്, ഇതേ നിസാബാണ് ഈ വെള്ളിയുടെ വില എന്ന് പറഞ്ഞാൽ 1,60,000 രൂപന്റെ മുതൽ അയാളുടെ കച്ചവട സ്ഥലത്തുണ്ടെങ്കിൽ അതിന്റെ അത്യാവശ്യ സാധനങ്ങൾ ഒഴിവാക്കാം. അപ്പൊ മേശ, തുലാസ്, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന്റെ ഒന്നും വില കൂട്ടണ്ട. അവിടെ വിൽക്കപ്പെടാവുന്ന സാധനങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്റർ നമ്മൾ എടുക്കണം. ഒരു മുസ്ലിമിന് ചില കടമകളൊക്കെ ഉണ്ട്. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല. അത് കൊല്ലത്തിൽ കണക്ക് കൂട്ടിയിട്ട് 1,60,000 രൂപന്റെ സാധനം സ്ഥലത്തുണ്ടോ, അന്നത്തെ റേറ്റാ നോക്കണ്ടേ. ആ റേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം, നിർബന്ധം. അതിൽ യാതൊരു ഒഴിവുമില്ല, നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം. അതിനെ കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നത് 6 കിൻഡൽ അരിക്ക് ഇവിടെ സാധനങ്ങൾ 6 കിൻഡൽ അരിക്ക് എത്ര വിലയുണ്ടോ? സാധാരണ ഒരു മീഡിയം നെല്ല് കൂട്ടിയാൽ മതി. വലിയ മുന്തിയ അരി കൂട്ടണ്ട, പറ്റത്തായ അരി കൂട്ടണ്ട. ഒരു മീഡിയം അരിക്ക് 6 കിൻഡൽ അരിക്ക് എത്ര വില വരുമോ അത്ര വില വരുന്ന ഒരു വരുമാനം അയാളുടെ കാർഷിക വിളയിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിന്റെ 2 രൂപമാണ്. ഒന്ന് നമുക്ക് അധ്വാനം ഉണ്ട് എങ്കിൽ, നമ്മൾ ദേവിയൊക്കെ നനച്ചതാണെങ്കിൽ അതിന് 5%, അല്ലെങ്കിൽ നമുക്ക് കാര്യമായിട്ട് അധ്വാനമൊന്നുമില്ല, അങ്ങനെയെങ്കിൽ 10%. ഇതാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇത് എല്ലാ സാധനങ്ങളും നമുക്ക് ചിലപ്പോൾ റബ്ബർ ഉണ്ടാവും, നാളികേരം ഉണ്ടാവും, അടക്കുണ്ടാവും, എന്താണോ വരുമാനം ആ വരുമാനത്തിനൊക്കെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് കൃത്യമായി വെച്ചാൽ. അതുപോലെ തന്നെ വാടക സാധനങ്ങള്, കെട്ടിടങ്ങള്, വാഹനങ്ങളൊക്കെ ഇപ്പൊ വാടക കൊടുക്കുന്നുണ്ടല്ലോ, യന്ത്രങ്ങള്, മറ്റു എന്തെല്ലാം വരുമാനത്തിന് മാർഗങ്ങളുണ്ടോ അതിനൊക്കെ പണ്ഡിതന്മാർ 2 അഭിപ്രായം തമ്മിലുണ്ട്. ഒന്ന്, വരുമാനത്തിന്റെ 10% കൊടുക്കുക, അല്ലെങ്കിൽ മൂലധനത്തിന്റെ 2.5% കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പടച്ചോൻ നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന സമയം നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനാണ്. അപ്പൊ എങ്ങനെ സക്കാത്ത് കൊടുക്കാൻ അർഹനാണെന്ന് അറിയാം. അതിങ്ങനെ തന്നെ എന്റെ അടുത്ത് സ്വർണ്ണമുണ്ടോ, എന്റെ അടുത്ത് പണമുണ്ടോ? പണം കയ്യിലുണ്ടായ പണമല്ല, നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായാൽ മതി, ഉണ്ടായാൽ മതി, നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുണ്ടെങ്കിൽ 1,60,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2%. 2 ലക്ഷം ആണെങ്കിൽ ഇത്രയും, 5 ലക്ഷം ആണെങ്കിൽ ഇത്രയൊക്കെ കണക്കൂട്ടാൻ വലിയ പ്രയാസമില്ല. രാത്രികളൊക്കെ നമ്മുടെ മൊബൈലുകൾ കിട്ടും, അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ ചോദിച്ചാൽ മതി. അങ്ങനെ നമ്മൾ നമ്മുടെ ശാരീരികമായും സാമ്പത്തികമായും ഒരു ശുദ്ധി പ്രാപിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു